YouTube channel. So I'm gonna meal prep today. So I'm gonna share one of the recipes that I usually make during the meal prep. ഞാൻ ഇത് യൂഷ്വലി ചെയ്യാറുള്ളതാണ്. അതായത് ഒരു വീക്ക് മുന്നേ ഒരു വീക്കെൻഡ് ആകുമ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള കുറച്ച് മീൽസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം ഗോണ മേക്ക് ദ എൻറ്റയർ മീൽസ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. ഇറ്റ്സ് ലൈക്ക് ഫ്യൂ 1 to 3 meals so that I can help myself not to eat from outside. സോ എനിക്കറിയാം ഒരു 9 to 5 ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി മീൽസ് ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കുക, പിന്നെ കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഗെയിൻ ഫുഡ് ഉണ്ടാക്കുക. ഇറ്റ്സ് ലൈക്ക് എ ടയറിങ് ജോബ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ കുറച്ച് മീൽസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വിൽ ബി ഈസി ഫോർ അസ്. വരുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് മീൽ ഉണ്ടാക്കുന്നതിന് പകരം വി ക്യാൻ കം ലൈക്ക് ഒരു ഹീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ഹീറ്റ് ചെയ്യുക, കഴിക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ്. ഇറ്റ്സ് ഐ നോ ഇറ്റ് വിൽ ബി നോട്ട് ലൈക്ക് ഫുൾ ഫ്രഷ് ഫുഡ് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല അപ്പം കുക്ക് ചെയ്തത്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ ദാൻ ഈറ്റിംഗ് ഫ്രം ഔട്ട്സൈഡ്. So this is one of the recipes that I usually cook. It's prawns. This is boring. I'm bored now. ബ്രോക്കലി റൈസ്. പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡ് ആയിട്ടാണ്, എൻ്റെ പാർട്ട്ണർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ തോട്ട് ഐ വിൽ ഷെയർ ദീസ് റെസിപ്പി വിത്ത് യു ഗൈസ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതാണ് അത്ര വലിയ റെസിപ്പി. ഇറ്റ്സ് നോട്ട് എ ബിഗ് റെസിപ്പി. ഇറ്റ്സ് റിയലി ഈസി റെസിപ്പി, ബട്ട് ഇറ്റ്സ് എ ഹെൽത്തി റെസിപ്പി സോ ദാറ്റ് എവ്രിബഡി ക്യാൻ മേക്ക് ഇറ്റ് and make your life easier. So let's go make prawns broccoli rice. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിനാവശ്യമുള്ള ബ്രോക്കലി എടുത്തു. ബ്രോക്കലി ഒരു കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞ് ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് വേവിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് കട്ട് ചെയ്തിട്ട് ഒരു ഡിഷിലാക്കി ഇതിലിട്ടിട്ടാണ് ഞാൻ ഇതിനെ വേവിക്കാൻ പോകുന്നത്. അതായത് നല്ല ഇതിനെന്തെങ്കിലും പുഴുക്കൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഈ പാത്രത്തിലിട്ട് നല്ല ചൂടുകളും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വേവിക്കാം. അപ്പം നന്നായി കുക്കാവും ചെയ്യും. പിന്നെ ലേറ്റർ നമുക്കിത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ടൈമിൽ കുക്ക് ചെയ്യുമ്പോൾ അത്ര ടൈം വേണ്ടി വരില്ല. അപ്പം ഞാനിത് നല്ല ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് തിളപ്പിക്കാൻ വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഗാർലിക്കാണ്. ഗാർലിക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ്. എനിക്ക് ഗാർലിക്കിൻ്റെ ജിഞ്ചറിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് കുറച്ച് ഇടയ്ക്ക് എക്സ്ട്രാ ഇടാറുണ്ട്. അങ്ങനെ ഇടിച്ചു പൊളിച്ച് ഗാർലിക് അങ്ങനെ നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഷ്രിംപ്. ഷ്രിംപ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീ ഫുഡാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഷ്രിംപ്പൊക്കെ എടുത്ത്, ഇത് ഫ്രോസൺ ഷ്രിംപാണ്. അപ്പം നമ്മൾ ഫ്രോസൺ ഷ്രിംപ് എടുത്തിട്ട് ഇനി മൈക്രോവേവ് വെച്ചിട്ട് നമുക്കത് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ അതേ ഞാൻ ക്യാരറ്റൊക്കെ എടുക്കുകയാണ്. ക്യാരറ്റ് എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇഷ്ടം. ഐ ഡോണ്ട് ലൈക്ക് ടു കട്ട് ഇൻ ടു സ്മോൾ പീസസ്. ഇങ്ങനെ നമ്മൾ സ്കിന്ന് കളയില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ഷേവ് ചെയ്തെടുത്തിട്ട് നൂഡിൽസ് പരിവാക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഇൻസ്റ്റന്റ് പോട്ടിൽ റൈസ് ഉണ്ടാക്കാൻ വെച്ചിരിക്കായിരുന്നു കേട്ടോ. റൈസ് നേരത്തെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഒപ്പം തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാൻ റൈസ് പ്രഷർ റിലീസ് ചെയ്തിട്ട് ഇനി വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് തുറന്നു വെക്കുക. അതായത് ചൂടൊക്കെ ഒന്ന് കമ്മിയാക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വോക്ക് എടുത്തിട്ട് അതിൽ ഓയിലൊക്കെ ഒഴിച്ച് വെച്ച് ഒന്ന് ചൂടാക്കാനും ഇനി ഉണ്ടാക്കാൻ തുടങ്ങാലോ. അപ്പം നമ്മുടെ റൈസ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ഇളക്കി മറിച്ച് നല്ല ആവിയൊക്കെ ഇങ്ങോട്ട് പുറത്ത് പോട്ടെ, ചൂടൊക്കെ കുറയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. റൈസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്, കൺഫേമായി. ഇനി ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഇത് ഇട്ടു. എനിക്ക് പേസ്റ്റിനായിട്ട് കൂടുതൽ ഇങ്ങനെ ജിഞ്ചറും ഗാർലിക്കും ഇങ്ങനെ കട്ട് ചെയ്തിടുന്നതന്നെയാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. പേസ്റ്റ് എന്ന് പറയുമ്പം ആക്ച്വലി പേസ്റ്റ് ഉണ്ടോ കുഴപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്കിതിങ്ങനെ കടിക്കാൻ കിട്ടില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെ തന്നെയാണ് ഇടാറ്. അപ്പോൾ അത് അത്യാവശ്യം സോട്ട് ചെയ്തോട്ടെ, എന്നാലും ആ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രോക്കലി കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചൂടുവെള്ളത്തിലിട്ടിട്ട്, അത് ഇതിലോട്ടിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇടണം. എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട്. ക്യാരറ്റിന് പിന്നെ അധികം വേവ് കുറവാണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇതിൻ്റെ ഒപ്പം ഇട്ടാലും മതി. എന്നിട്ട് അതാണ് സോയ് സോസ്. ഞാൻ യൂസ് ചെയ്യാനുള്ള ബ്രാൻഡ് ഒരു കിക്കുമാൻ പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അത് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് ഉറപ്പില്ല, ബട്ട് സ്റ്റിൽ ദറ്റ്സ് എ ബ്രാൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോഫ്റ്റ് ആക്കി നമ്മൾ മൈക്രോവേവ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ട്, അതും ഇട്ടു. പ്രോൺസ് നന്നായി വേവിക്കണം കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഏത് പരുവത്തിലാക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത്ര വലിയ ജനറൽ നോളേജ്
ഫ്രൈഡ് റൈസ് എന്നല്ല, നമ്മുടെ അമ്മമാർക്ക് മീൻസ് നമുക്ക് യൂഷ്വലി അറിയുന്ന പരിപാടി, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അതുപോലെ ആക്കണം. പിന്നെ ഞാൻ പെപ്പറും സോൾട്ടൊക്കെ ഇട്ടു, എന്നിട്ട് നേരെ അടച്ചു വെച്ച് വേവിക്കണം. ദേ ആ കണ്ടില്ലേ, ഒരു പ്രോൺസ് ഒരു പിങ്കിഷ് അല്ല, ഒരു ഓറഞ്ച് റെഡോ അങ്ങനത്തെ ഒരു കളർ ഉണ്ട്. അപ്പോൾ അത് ഏകദേശം കുക്കായെന്നാണ് മീനിങ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഇത് ഒരു ഞാൻ കുക്കിംഗ് വീഡിയോ എടുക്കണം, അപ്പോൾ പിന്നെ പറഞ്ഞു. അപ്പോൾ പ്രോൺസ് ഇതേ ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് വെന്തോന്ന് മനസ്സിലാവും. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിൽ കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ട്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ റൈസ് ഇട്ടു. റൈസ് ഇട്ടിട്ട് അത്യാവശ്യം നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സോയ് സോസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ റെഡിയാക്കിയ ഫ്രൈഡ് റൈസ് ഒക്കെ എല്ലാം ഓരോ പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടോ. എന്നിട്ട് ഇത് ചൂടാറി കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. ആ സോസാണ് കേട്ടോ ഞാൻ മുകളിൽ ഇട്ടിരിക്കുന്ന ഹോട്ട് സോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ റൈസിൻ്റെ ഒപ്പം പോകാൻ. അപ്പോൾ ഓക്കെ ദെൻ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. എല്ലാവരും ട്രൈ ചെയ്യുക. ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ബൈ.